ഞാൻ ഇറങ്ങുവാന്നേ. കഴിച്ചിട്ട് ഈ പാത്രം ഇവിടെ ഇങ്ങനെ ഇട്ടേക്കരുത്. അവിടെ കൊണ്ടുവന്ന് ഇന്നലത്തെ കണക്ക് ഉണങ്ങുന്ന കണക്ക് ഇട്ടേക്കരുത്. കഴുകി വെച്ചേക്കണം. ഞാൻ പറഞ്ഞേ, ഞാൻ പോവാന്നേ. അവരവര് തിന്ന പാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചോണം. ബാക്കി ജോലികളെല്ലാം ഒതുക്കിട്ടാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നേ. എടി, നീ പോകുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് ആ ചായ ഒന്ന് ചൂടാക്കി തന്നിട്ട് ഓടി. ഇത് പപ്പടം ഇത് പുട്ടും എല്ലാം കൂടെ ആകുമ്പോൾ ചായയും കൂടെ ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതൊന്ന് ചൂടാക്കി തന്നിട്ടു. ചായ ചൂടാക്കണമെങ്കിലേ ഇവിടുന്ന് അങ്ങോട്ട് എണീറ്റ് അങ്ങോട്ട് പോയിട്ടേ ആ ഗ്യാസ് സ്റ്റവ് അങ്ങോട്ട് ഓണാക്കി ആ ചായ ഒന്ന് ചൂടാക്കി. ഇത് വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും അല്ല. ഞാൻ എന്തായാലും പോകാൻ റെഡിയായി. ഇനി എനിക്ക് അതിനുള്ള സമയമില്ല. അങ്ങോട്ട് ചായ ചൂടാക്കി കുടിക്കാൻ നോക്കു വേണമെങ്കിൽ. എന്നാ പിന്നെ നീ പൊക്കോ. ചായ വേണ്ട, ചായ ഒന്നും വേണ്ട, വെള്ളം ഉണ്ട്, അത് മതി. ആ, തന്നെ ചൂടാക്കി കുടിക്കാൻ പറയുമ്പോ വേണ്ട അല്ലേ? ഞാൻ പോവാ, വേണ്ടെങ്കിൽ കുടിക്കണ്ട. നീ നിന്ന് പ്രസംഗിക്കുന്ന സമയം മതിയായിരുന്നല്ലേ ആ ചെറുക്കന് ആ ചായ ഒന്ന് ചൂടാക്കി കൊടുക്കാൻ. നീ അവന്റെ ഭാര്യയാ. ഞങ്ങളുടെയൊക്കെ സമയത്താണെങ്കിലുണ്ടല്ലേ കമാന്നൊരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. സാധനം മുമ്പിൽ വിശക്കുന്ന സമയത്ത് സാധനം എല്ലാം മുമ്പിലെത്തും. പറയേണ്ട കാര്യങ്ങളെ പറയേണ്ട സമയത്ത് തന്നെ പറയണം കേട്ടോ. അത്രയും ഞാൻ പറഞ്ഞത്. അങ്ങ് ദണ്ണപ്പെട്ടു പോയെങ്കിൽ ഒരു കാര്യം ചെയ്യും, അമ്മ എണീറ്റ് പോയി ആ ചായ അങ്ങ് ചൂടാക്കി കൊടുക്ക്. ഞാൻ വലിയ കാര്യങ്ങളൊന്നും മോൻ്റെ അടുത്ത് പറഞ്ഞില്ല. ചായ ഒന്ന് ചൂടാക്കി കുടിക്കാനേ പറഞ്ഞുള്ളൂ. എനിക്ക് പോകാനുള്ള സമയമായി. ഞാൻ പോവുക. ഇനി അമ്മയും മോനും ചൂടാക്കുവോ കുടിക്കുവോ എന്തുവാന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോ. കുറെ പരിഷ്കാരി പെണ്ണുങ്ങള് എവക്കളെ കിടത്ത് വല്ലതും മിണ്ടാനൊക്കുമോ? അതിനൊത്ത കുറെ പെങ്കോന്തന്മാരും. വേണമെങ്കിൽ എഴുതി പോയി ചായ ചൂടാക്കി കുടിയടാ പോ.